ജോഗ്രഫിയിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് അന്തരീക്ഷം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അന്തരീക്ഷത്തെക്കുറിച്ച് ഒരു ക്യുക്ക് റിവിഷൻ ആവാം. അന്തരീക്ഷത്തിന് 4 പാളികളാണുള്ളത്. ഏതൊക്കെയാണ്? ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ. അതിൽ ട്രോപ്പോസ്ഫിയറിനെ കുറിച്ച് ആദ്യം നോക്കാം. ട്രോപ്പോസ്ഫിയറിൻ്റെ ശരാശരി ഉയരം എന്ന് പറയുന്നത് 13 കിലോമീറ്റർ ആണ്. ഭൂമധ്യരേഖാ പ്രദേശത്ത് ട്രോപ്പോസ്ഫിയറിൻ്റെ ഉയരം എന്ന് പറയുന്നത് 18 മുതൽ 20 കിലോമീറ്റർ വരെയും ധ്രുവപ്രദേശങ്ങളിൽ 7 മുതൽ 8 കിലോമീറ്റർ വരെയാണുള്ളത്. ഓക്കെ, ഇനി ജീവജാലങ്ങൾ കാണപ്പെടുന്ന, ജെറ്റ് പ്രവാഹങ്ങൾ കാണപ്പെടുന്ന, ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ചോദിക്കുകയാണെങ്കിൽ അത് ട്രോപ്പോസ്ഫിയർ ആണ്. ഓക്കെ, അന്തരീക്ഷ സ്ഥിതിയിലെ എല്ലാ വ്യതിയാനങ്ങളും സംഭവിക്കുന്ന അന്തരീക്ഷ പാളി അതും ട്രോപ്പോസ്ഫിയർ തന്നെയാണ്. ഗുരുത്വാകർഷണം ഏറ്റവും കൂടിയ അന്തരീക്ഷ പാളി ചോദിക്കുകയാണെങ്കിലോ അതും എന്താണ്? ട്രോപ്പോസ്ഫിയർ തന്നെയാണ്. ഓക്കെ, പിന്നെ ട്രോപ്പോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖല അറിയപ്പെടുന്നത് ട്രോപ്പോപാസ് എന്നാണ്. ട്രോപ്പോസ്ഫിയറിൽ ഓരോ 165 മീറ്റർ ഉയരത്തിലും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപം കുറഞ്ഞു വരുന്നുണ്ട്. ഇതിനെ നമ്മൾ എന്ത് പറയുന്നു? ക്രമമായ താപനഷ്ട നിരക്ക് എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിനി എന്ത് നോക്കാം? സ്ട്രാറ്റോസ്ഫിയറിലോട്ട് പോകാം. ട്രോപ്പോപാസിൽ തുടങ്ങി ഭൂമിയിൽ നിന്ന് ഏകദേശം 50 കിലോമീറ്റർ ഉയരം വരെ വ്യാപിച്ചിരിക്കുന്ന അന്തരീക്ഷ പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത്. ഇവിടെയാണ് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത്. ഇത് 20 മുതൽ 35 കിലോമീറ്റർ ഉയരത്തിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത്. പിന്നെ നാക്രിയസ് മേഘങ്ങൾ കാണപ്പെടുന്ന അന്തരീക്ഷ പാളി ചോദിക്കുകയാണെങ്കിൽ അതേതാണ്? സ്ട്രാറ്റോസ്ഫിയർ ആണ്. അതുപോലെ തന്നെ ഉയരം കൂടുന്നതിനനുസരിച്ച് സ്ട്രാറ്റോസ്ഫിയറിലെ താപനില എന്ത് സംഭവിക്കുകയാണ്? താപനില കൂടുകയാണ് ചെയ്യുന്നത്. പിന്നെ ജെറ്റ് വിമാനങ്ങൾക്ക് സഞ്ചരിക്കാൻ ഉത്തമമായ ഒരു അന്തരീക്ഷ പാളിയാണ് ഏത്? സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത്. സ്ട്രാറ്റോസ്ഫിയറിനെയും മിസോസ്ഫിയറിനെയും വേർതിരിക്കുന്ന ഭാഗമാണ് സ്ട്രാറ്റോപാസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് നമുക്ക് മിസോസ്ഫിയറിലോട്ട് പോകാം. ഭൂമിയിൽ നിന്ന് 50 മുതൽ 80 കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചു കിടക്കുന്ന അന്തരീക്ഷ പാളിയാണ് എന്ത്? മിസോസ്ഫിയർ എന്ന് പറയുന്നത്. ഓക്കെ, ഉയരം കൂടുന്തോറും മിസോസ്ഫിയറിൽ താപനിലയ്ക്ക് എന്ത് വ്യത്യാസമാണ് സംഭവിക്കുന്നത്? താപനില കുറയുന്നു. ഏറ്റവും താഴ്ന്ന താപനില അനുഭവപ്പെടുന്ന അന്തരീക്ഷ പാളി ചോദിക്കുകയാണെങ്കിൽ അത് മിസോസ്ഫിയർ ആണ്. പിന്നെ നോക്ടിലൂസൻ മേഘങ്ങൾ കാണപ്പെടുന്നത് മിസോസ്ഫിയറിലാണ്. നിശാദീപങ്ങൾ എന്നറിയപ്പെടുന്നത് എന്താണ്? നോക്ടിലൂസൻ മേഘങ്ങളാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഉൽക്കകളിൽ നിന്ന് ഭൂമിയെ സംരക്ഷിക്കുന്ന അന്തരീക്ഷ പാളി ചോദിക്കുകയാണെങ്കിൽ അത് മിസോസ്ഫിയർ ആണ്. ഉൽക്കാവർഷ പ്രദേശം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളിയും മിസോസ്ഫിയർ ആണെന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് എന്ത് പറയാം? തെർമോസ്ഫിയറിലോട്ട് പോകാം. പിന്നെ മിസോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖല നമ്മൾ പറഞ്ഞില്ല, അത് മിസോപാസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി തെർമോസ്ഫിയറിലോട്ട് പോയാലോ? ഏകദേശം 80 മുതൽ 600 കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചു കിടക്കുന്ന അന്തരീക്ഷ പാളിയാണ് എന്തെന്ന് പറയുന്നത്? തെർമോസ്ഫിയർ എന്ന് പറയുന്നത്. ധ്രുവപ്രദേശങ്ങളിൽ കാണുന്ന അറോറ സ്ഥിതി ചെയ്യുന്നത് തെർമോസ്ഫിയറിലാണ്. അതുപോലെ തന്നെ മേഘങ്ങളോ ജലബാഷ്പങ്ങളോ ഇല്ലാത്ത അന്തരീക്ഷ പാളിയാണ് തെർമോസ്ഫിയർ എന്ന് പറയുന്നത്. വാർത്താവിനിമയ കൃത്രിമോപഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി തെർമോസ്ഫിയറാണ്. അതുപോലെ ഗുരുത്വാകർഷണം ഏറ്റവും കുറഞ്ഞ അന്തരീക്ഷ പാളി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ തെർമോസ്ഫിയറാണ്. തെർമോസ്ഫിയറിന് താഴെ ഒരു ഭാഗമുണ്ട്, അതാണ് അയണോസ്ഫിയർ എന്ന് പറയുന്നത്. അവിടെയാണ് റേഡിയോ പ്രക്ഷേപണം സാധ്യമാകുന്നത്. അപ്പോൾ റേഡിയോ പ്രക്ഷേപണം സാധ്യമാകുന്ന അന്തരീക്ഷ പാളി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അയണോസ്ഫിയർ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ അന്തരീക്ഷത്തെക്കുറിച്ചിട്ട്. കുറച്ച് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ക്വിക്കായിട്ട് നമ്മൾ അന്തരീക്ഷത്തെക്കുറിച്ചൊന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പുതിയ ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.